ഇന്ന് നോമ്പ് തുറക്ക് ഈസി സ്നാക്സാണ്. ഒരു 2-3 പീസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പിട്ടിട്ട് 2 വിസിലെടുത്ത് പുഴുങ്ങിയെടുത്തതാണ്. അത് കത്തി കൊണ്ട് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്തതാണ്. മിക്സിയിലിട്ടിട്ട് ക്രഷാക്കി എടുക്കരുത്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് അതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 കപ്പ് മയോണസ് ഒഴിച്ചു കൊടുക്കണം. ഒരു മുട്ടയുടെ മയോണസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിക്കാക്കിയിട്ട് എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിലങ്ങ് നന്നായി മിക്സാക്കി കൊടുക്കണം. നല്ലൊരു അടിപൊളി മസാലയാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ പണിയുമില്ല. വഴറ്റണ്ട ഒന്നും വേണ്ട. പെട്ടെന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല ഉണ്ടാക്കിയാൽ മതി. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. എത്ര ബ്രെഡ് വേണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം 4 ഭാഗവും ഇതുപോലെ കളഞ്ഞു കൊടുക്കണം. 4 ഭാഗവും കളഞ്ഞു കൊടുക്കണം. എല്ലാ ബ്രെഡും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. നല്ലൊരു ഈസി സ്നാക്സാണ്. ഈ നോമ്പ് തുറക്കാൻ നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ബ്രെഡിൻ്റെയും 4 സൈഡ് ഭാഗവും ഇതുപോലെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുക്കണം. ഒരു പാത്രത്തിൽ ഒരു വെള്ളം എടുത്തിട്ട് ഓരോ ബ്രെഡ് ഇതുപോലെ 2 ഭാഗവും മുക്കി കൊടുത്തിട്ട് നന്നായി ടച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞു കൊടുക്കണം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അതിലിട്ട് വെക്കാനൊന്നും പാടില്ല ബ്രെഡ്. ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മസാല വെച്ച് കൊടുക്കണം. എത്ര മസാല പിടിക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 4 ഭാഗവും നടുക്കേക്കാക്കി കൊടുക്കണം. ഇനി ബോൾ ഷേപ്പാക്കി എടുക്കാം. പെട്ടെന്ന് ബോൾ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. നമ്മ മൈദയിലും പരത്തിയിട്ടുണ്ടാക്കുന്ന സ്നാക്സിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ. ഹോൾസിലെ ഭാഗം ഇതുപോലെ അടച്ചു കൊടുക്കണം. ഇങ്ങനെ ബോൾ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ഹോൾസിലെ ഭാഗം കാണും. അത് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതേ ടൈമിന് തന്നെ ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ആ ടൈമിന് തന്നെ ഓരോന്നായി എടുത്തിട്ട് ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിറം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ബ്രെഡ് പൊടിച്ചത് സൈഡ് ഭാഗം എടുത്തിട്ടും ബ്രെഡ് പൊടിച്ചതുണ്ട്. അതേപോലെ തന്നെ സാധാ ബ്രെഡും എടുത്തിട്ട് പൊടിച്ചതുണ്ട്. അതാണ് വൈറ്റ് കളറും ബ്രൗൺ കളറും കാണുന്നത്. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം. നന്നായി തിളച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എത്ര പിടിക്കുന്നു വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പോകാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം. ഓവറായി ഇട്ട് കൊടുക്കരുത്. തിരിച്ചും മറച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. അടിപൊളി സ്നാക്സാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തിരിച്ചും മറച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. തീ നന്നായി കുറക്കരുത്. തീ കുറച്ച് കൂട്ടിയിട്ട് തന്നെ വെക്കാൻ നോക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. നല്ല ടേസ്റ്റായിരുന്നു. നല്ലൊരു ഈസി സ്നാക്സാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.